പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് സംഭവിച്ചത് ഞാൻ മമ്മൂട്ടി നിങ്ങളൊരു ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു. അപ്പൊ അതേപോലെ പിന്നെ ഇപ്പൊ ലേറ്റർ ഓൺ അനന്തുള്ള നെയിമാണ് സൈലം എന്ന് പറയുമ്പോൾ അപ്പൊ ആ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡിംഗ് എങ്ങനെ എത്രമാത്രം സൈലത്തിന്? ഇനിഷ്യൽ സമയത്ത് മമ്മൂട്ടി സാർ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മളെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യൽ ടൈമിൽ ഒരു ട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എബവ് ദി ലൈൻ ഭയങ്കരമായി നമുക്ക് എന്താണ് കോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ വൺസ് വി ബിൽഡ് ദ ബ്രാൻഡ് ഞങ്ങളിപ്പം ഞങ്ങളുടെ ഓൺ എന്താണ് നമുക്ക് കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് കുട്ടികളെ അറിയാവുന്നുണ്ട്. സോ വി മെയ്ഡ് അവർ പേഴ്സണൽ ബ്രാൻഡ് ആസ് എ മെയിൻ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം. ഇനി ബ്രാൻഡ് അംബാസഡർ വേണ്ട, സൈലം ആസ് എ ബ്രാൻഡ് ഇസ് ദെയർ. ഞാൻ പറഞ്ഞില്ലേ, അത് കുട്ടികളെ മനസ്സിൽ അത്രയും വലുതാണ്. ബാക്കിയുള്ളവർക്ക് അത് ബാക്കി ടാർഗറ്റ് ഓഡിയൻസിന് അത് അറിയേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഇല്ല. സത്യത്തിൽ ഞങ്ങളുടെ സെഗ്മെന്റിലുള്ള ആളുകൾക്ക് ആ ബ്രാൻഡ് ഈസ് ദെയർ. അതിനെ ഇനി വേറൊരു ബ്രാൻഡ് അംബാസഡറിന്റെ ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ഞങ്ങൾ ബ്രാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു 1 year 2 year കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഓൺ ബ്രാൻഡ്. പക്ഷെ നമ്മൾ ഇനിഷ്യൽ ടൈമിൽ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, മുമ്പോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു സംശയം നമുക്കില്ല. ബട്ട് റൈറ്റ് നൗ പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ഇതുപോലെ തന്നെ ചെയ്യണം. വാട്ട് ഈസ് യുവർ തോട്ട്സ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്? പേഴ്സണൽ ബിൽഡിംഗ് ഈസ് ഗുഡ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനകത്ത് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സംബടിയെ എപ്പോഴും നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യണം. ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ടാറ്റ എടുക്കുമ്പോൾ രത്തൻ ടാറ്റ ട്രസ്റ്റ് ഉണ്ട്, ലൈക്ക് ദർ ഇസ് എ ട്രസ്റ്റ് ഔട്ട് ദെയർ എന്നുള്ള ഒരു തോന്നലുണ്ട്. ഒരിക്കലും ആളുടെ വാല്യൂസ് എന്ത് ചെയ്യും, ആളുടെ ബിസിനസ്സിലും കീപ്പ് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്കുണ്ട്. എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് വെരി റിസ്കി, ബട്ട് ആ ട്രസ്റ്റ് നിങ്ങൾക്ക് പേഴ്സണലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്പെൻഡ് കുറവായിരിക്കും, ബാക്കിയുള്ള വേറൊരു ബ്രാൻഡ് അംബാസഡർ സ്പെൻഡ് ഒന്നും ഇല്ലാവില്ല. പിന്നെ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടെങ്കിൽ ട്രാക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. നിങ്ങൾ ഡിജിറ്റൽ ബാക്കിയുള്ള സ്പേസുകളിലൊക്കെ ആളുകൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു സ്പേസ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ പല സെലിബ്രിറ്റീസ് ഉണ്ട്. ആൻഡ് വൈ മമ്മൂക്ക? മമ്മൂക്ക എന്ന് പറയുമ്പോഴത്തേക്കും അന്ന് ഒരുപാട് ആഡുകളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആള് ചെയ്യുന്നുണ്ടാവില്ല. വളരെ കുറവ് ആഡുകൾ മാത്രമാണ് എന്ത് ചെയ്ത് ആള് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം ആള് കുറച്ചും കൂടെ ഒരു ട്രസ്റ്റ് ഫാക്ടർ അവിടെ എന്തുണ്ട്, അതെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഗ്യാപ്പ് എടുത്തിരുന്നു കോവിഡ് സമയത്ത്. അത് കഴിഞ്ഞിട്ടാണ് സൈലത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മമ്മൂക്ക വേറൊന്നും ആഡുകളൊന്നും ഇല്ലാതെ ആള് പുറത്തിറങ്ങാതെ 200 ദിവസത്തിന് ശേഷം സൈലത്തിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ വരുന്നത്. അപ്പൊ ആ സമയത്ത് അതൊക്കെ ഒരു വാവ് ഫാക്ടർ ആയിരുന്നു. അതെല്ലാം അവിടെ എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ മമ്മൂക്ക ട്രസ്റ്റ് ഫാക്ടർ നന്നായിട്ട് എന്ത് ചെയ്യും, ആളുകളുടെ ഇടയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ഡെഫിനറ്റ്ലി പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തത്. അത് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് സൈലത്തിനെ സംബന്ധിച്ചോളം. ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും കുട്ടികളിലേക്കും ഇത്രയും വലിയൊരു ബ്രാൻഡും മലബാറിലെ ആദ്യത്തെ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് വന്നൊരു കമ്പനികളിൽ ഒന്നായിട്ടും ഇത്രയും ഒരു നാഷണലി റീച്ച് ചെയ്യാൻ വേണ്ടി ഒക്കെ ആ ഒരു തുടക്കം വിത്ത് മമ്മൂക്ക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഓസം.